സമീപകാല ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ വളരെ വിവാദമുണ്ടാക്കിയ ഒരു സംഗതിയാണ് ഈ ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷങ്ങളിൽ ട്രംപിൻ്റെ മധ്യസ്ഥത. അത് ട്രംപ് തന്നെയാണ് അവകാശവാദവുമായിട്ട് രംഗത്ത് വന്നത്. ഇന്ത്യയും പാകിസ്ഥാനുമായിട്ട് നീണ്ടുനിന്ന ഏതാണ്ട് 4 ദിവസത്തെ യുദ്ധം അതൊരു ആണവ യുദ്ധമായിട്ട് പരിണമിക്കാതെ തൻ്റെ ഇടപെടൽ മൂലം രണ്ട് രാജ്യങ്ങളും വെടിനിർത്തൽ ധാരണയിലെത്തി എന്ന അവകാശവാദവുമായി ട്രംപ് എത്തി. അത് അന്താരാഷ്ട്ര മാധ്യമങ്ങളും ഇന്ത്യൻ മാധ്യമങ്ങളും ഏറ്റെടുത്തു. വലിയ രീതിയിൽ ആ വാർത്ത പ്രചരിച്ചു. ട്രംപിൻ്റെ മധ്യസ്ഥതയിൽ ഇന്ത്യയും പാകിസ്ഥാനും വെടിനിർത്തൽ ധാരണയായി എന്നുള്ളതായിരുന്നു സംഗതി. അപ്പോൾ ഇവിടുത്തെ പ്രതിപക്ഷവും അത് ഏറ്റെടുത്തു. വലിയ വിവാദമാണ്. കാരണം ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള കാലാകാലങ്ങളിലായിട്ടുള്ള സംഘർഷങ്ങൾ, അഭിപ്രായ ഭിന്നതകൾ, യുദ്ധമടക്കം അത് ഉഭയകക്ഷി ചർച്ചകളിലൂടെയാണ് പരിഹാരമുണ്ടാക്കിയിട്ടുള്ളത്. ഇക്കാര്യത്തിൽ ഇന്ത്യ ഒരു തരത്തിലുള്ള മധ്യസ്ഥതയും ഒരു മൂന്നാമതൊരാളെ ഇതുവരെ ഇടപെടുത്തിയിട്ടില്ല. ഇപ്പോൾ കശ്മീർ വിഷയമായാൽ പോലും അത് വേണമെങ്കിൽ അന്താരാഷ്ട്ര ഇടപെടൽ മൂലം, ഒരു മധ്യസ്ഥത മൂലം പരിഹരിക്കാവുന്ന സാധ്യതകളുണ്ട്. പക്ഷേ ഇന്ത്യ ഇക്കാര്യത്തിൽ എടുത്തിരിക്കുന്ന നിലപാട് കശ്മീർ എന്ന് പറയുന്നത് ഇന്ത്യയുടെ ആഭ്യന്തര വിഷയമാണ്. അക്കാര്യത്തിൽ ഒരു മധ്യസ്ഥ ചർച്ചയ്ക്ക് സാധ്യതയില്ല എന്നുള്ളതാണ്. ഇത് ഇന്ത്യയുടെ പ്രഖ്യാപിത നിലപാടാണ്. കാലാകാലങ്ങളായി വന്ന സർക്കാരുകളെല്ലാം തന്നെ രാഷ്ട്രീയ ഭേദമന്യേ പിന്തുടർന്നിരുന്ന നിലപാടാണ്. അപ്പോൾ അക്കാര്യത്തിൽ മാറ്റമുണ്ടായി എന്ന തരത്തിലാണ് ഇന്ത്യയിൽ വലിയ വിവാദമുണ്ടായത്. കാരണം ട്രംപ് ഇത്തരത്തിൽ അവകാശവാദം ഉന്നയിച്ചു. അത് ഇവിടുത്തെ രാഷ്ട്രീയ കക്ഷികൾ, പ്രതിപക്ഷ രാഷ്ട്രീയ കക്ഷികൾ ഏറ്റെടുത്ത് എന്തുകൊണ്ട് ട്രംപിൻ്റെ മധ്യസ്ഥത തേടി എന്നുള്ളതായിരുന്നു ആരോപണം. ട്രംപ് ഏതാണ്ട് 50ഓളം വേദികളിൽ ഈ അവകാശവാദം ഉന്നയിച്ചു എന്നുള്ളതാണ് വാർത്ത. കിട്ടുന്ന മൈക്കിൻ്റെ മുമ്പിലെല്ലാം ട്രംപ് കൊട്ടിഘോഷിച്ചു പറഞ്ഞു, ഞാനാണ് വെടിനിർത്തൽ ധാരണ ഉണ്ടാക്കിയത്. അതിന് പറഞ്ഞ കാരണം രണ്ട് രാജ്യങ്ങളും ആണവ രാഷ്ട്രങ്ങളാണ്. അപ്പോൾ ഒരു ആണവ യുദ്ധത്തിലേക്കാണോ നിങ്ങൾ പോകുന്നത്? യുദ്ധം അവസാനിപ്പിക്കണം. നിങ്ങൾക്ക് യുദ്ധം ചെയ്യുന്നതാണോ വേണ്ടത്, അതോ അമേരിക്കയുമായിട്ടുള്ള വ്യാപാരം തുടരണോ? അതായത് വ്യാപാര കരാറിൻ്റെ പേരിൽ വിലപേശി ഇന്ത്യയെയും പാകിസ്ഥാനെയും യുദ്ധത്തിൽ നിന്ന് പിന്മാറ്റി എന്നുള്ളതാണ് ട്രംപ് അവകാശപ്പെട്ടത്. അപ്പോൾ ഇപ്പോൾ ആ ആരോപണങ്ങൾ എല്ലാം മുനയൊടിയുകയാണ്. കാരണം പാകിസ്ഥാൻ തന്നെ അതിൻ്റെ സത്യാവസ്ഥ എന്തെന്നുള്ളത് ലോകത്തോട് വിളിച്ചു പറയുന്നു. ഇനി ഇതിൽ പരം വേറെ തെളിവുകളൊന്നും വേണ്ടല്ലോ. ഇപ്പോൾ ഇവിടെ ഇന്ത്യ ഇക്കാര്യത്തിൽ നേരത്തെ തന്നെ നിലപാട് വ്യക്തമാക്കിയിരുന്നു. ഇന്ത്യയുടെ വിദേശകാര്യ മന്ത്രാലയം ഏത് സാഹചര്യത്തിലാണ് വെടിനിർത്തൽ ഉണ്ടായതെന്നുള്ളത് കൃത്യം സമയം സഹിതം വ്യക്തമാക്കിയിരുന്നു. കഴിഞ്ഞ മെയ് 6-ാം തീയതി അർദ്ധരാത്രിയാണ് ഇന്ത്യ ഓപ്പറേഷൻ സിന്ദൂർ തുടങ്ങിയത്. അല്ലെങ്കിൽ മെയ് 7-ാം തീയതി പുലർച്ചെ ഓപ്പറേഷൻ സിന്ദൂർ തുടങ്ങിയത്. മെയ് 10-ാം തീയതി വൈകിട്ട് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ വെടിനിർത്തൽ ധാരണയായി. അതിൻ്റെ ഒരു ചരിത്രം കൂടിയുണ്ട്. രണ്ട് രാജ്യത്തെയും DGMOമാർ, അതായത് സൈനിക മേധാവികൾ തമ്മിൽ ഹോട്ട്ലൈൻ വഴി ബന്ധപ്പെട്ടാണ് വെടിനിർത്തൽ ധാരണയായത്. ആദ്യം പാകിസ്ഥാനാണ് ഇതിന് സന്നദ്ധത അറിയിച്ച് ഇങ്ങോട്ട് വിളിക്കുന്നത്. രാവിലെ ഏതാണ്ട് 10 മണിയോടുകൂടി പാകിസ്ഥാന്റെ DGMO ഇന്ത്യൻ സൈനിക മേധാവിയെ ബന്ധപ്പെടുന്നു. പക്ഷേ ഫോണിൽ കിട്ടുന്നില്ല. ഉച്ചയ്ക്ക് വീണ്ടും വിളിക്കുന്നു, അപ്പോഴും ഫോണിൽ കിട്ടുന്നില്ല. അങ്ങനെ 3:55 രണ്ട് സൈനിക മേധാവികളും തമ്മിൽ ഫോണിൽ ബന്ധപ്പെട്ട് സംസാരിക്കുന്നത്. പാകിസ്ഥാന്റെ സൈനിക മേധാവി വെടിനിർത്തലിന് അഭ്യർത്ഥന നടത്തി. ഇന്ത്യ അത് അംഗീകരിച്ചു. അങ്ങനെ അപ്പോൾ മുതലാണ് വെടിനിർത്തലിന് ധാരണയായത്. ഏതാണ്ട് അതേ ദിവസം തന്നെ മെയ് 10-ാം തീയതി വൈകിട്ട് 5 മണിയോടുകൂടിയാണ് ട്രംപ് തൻ്റെ സോഷ്യൽ മീഡിയ അക്കൗണ്ട് വഴി ഈ അവകാശവാദവുമായി രംഗത്തെത്തിയത്. അപ്പോൾ അതിന് മണിക്കൂറുകൾക്ക് മുമ്പേ ഇത്തരത്തിൽ ധാരണയായതാണെന്നുള്ള കാര്യം ഇന്ത്യ ഔദ്യോഗികമായി വിശദീകരിച്ചിരുന്നു. എന്നിട്ടും ട്രംപ് തൻ്റെ വാദത്തിൽ നിന്ന് പിന്നോട്ട് പോയിട്ടിരുന്നില്ല. അപ്പോൾ ട്രംപ് ഇത്തരത്തിൽ നിലപാടുകൾ ആവർത്തിക്കുന്നത് കൊണ്ട് നരേന്ദ്രമോദി തന്നെ അദ്ദേഹത്തെ നേരിട്ട് ഫോണിൽ വിളിച്ച് എന്താണ് ഓപ്പറേഷൻ സിന്ദൂർ, ഏത് സാഹചര്യത്തിലാണ് ഇന്ത്യ ഓപ്പറേഷൻ സിന്ദൂർ നടപ്പിലാക്കിയത്, ഏത് സാഹചര്യത്തിലാണ് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ വെടിനിർത്തൽ ധാരണയായത് തുടങ്ങിയ കാര്യങ്ങളെല്ലാം വ്യക്തമായി പറഞ്ഞു കൊടുത്തതാണ്. പക്ഷേ ട്രംപ് അപ്പോഴും അവകാശവാദത്തിൽ ഉറച്ചു നിൽക്കുകയായിരുന്നു. പക്ഷേ ഇപ്പോൾ പാകിസ്ഥാന്റെ വിദേശകാര്യ മന്ത്രി, അദ്ദേഹത്തിൻ്റെ പേര് ഇസ്ഹാഖ് ദർ എന്നാണ്, അദ്ദേഹം തന്നെ രംഗത്ത് വന്ന് പറയുകയാണ്, ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള വെടിനിർത്തൽ ധാരണ അത് ഉഭയകക്ഷി ചർച്ചയിലൂടെയാണ് സാധ്യമായത്. ഒരു കാരണവശാലും ഇക്കാര്യത്തിൽ ഒരു മധ്യസ്ഥനെ ഇന്ത്യ അംഗീകരിച്ചിരുന്നില്ല. ഇന്ത്യ കാലാകാലങ്ങളായി ഈ നിലപാട് തന്നെയാണ് പിന്തുടർന്നത്. അതായത് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള ചർച്ചകൾ രണ്ട് കക്ഷികളും മാത്രം പങ്കെടുത്താൽ മതി, ഇത്തരത്തിൽ ഒരു മധ്യസ്ഥനെ ഞങ്ങൾ അംഗീകരിക്കില്ല എന്നുള്ള നിലപാടാണ് പാകിസ്ഥാൻ സ്വീകരിച്ചിരുന്നത്. ഇത് പറയുന്നത് അൽ ജസീറ എന്ന് പറയുന്ന ഒരു മാധ്യമത്തോടാണ് പാകിസ്ഥാൻ വിദേശകാര്യമന്ത്രി പറയുന്നതെന്ന് ഓർക്കണം. ഈ അൽ ജസീറയ്ക്ക് പ്രഖ്യാപിതമായി ഇന്ത്യൻ വിരുദ്ധ നിലപാടുകളുള്ള ഒരു മാധ്യമമാണ്. ആ മാധ്യമത്തോടുമാണ് ഇത്തരത്തിൽ പാകിസ്ഥാന്റെ വിദേശകാര്യമന്ത്രി പറയുന്നു, ഇത്തരത്തിൽ ഒരു മധ്യസ്ഥനെ ഇന്ത്യ സമ്മതിച്ചില്ല. പക്ഷേ അദ്ദേഹം ഒരു ഏറ്റുപറച്ചിൽ കൂടി നടത്തുന്നുണ്ട്. പാകിസ്ഥാൻ ഇത് സ്വീകാര്യമായിരുന്നു, കാരണം ഈ വിഷയത്തിൽ ഇടപെടാൻ അമേരിക്ക സന്നദ്ധത അറിയിച്ചിരുന്നു. പക്ഷെ ആ മധ്യസ്ഥ ശ്രമം പാകിസ്ഥാൻ അംഗീകരിച്ചിരുന്നു. പക്ഷേ ഇന്ത്യ
ഇക്കാര്യത്തിൽ ഒരു മൂന്നാമതൊരാൾ ഇടപെടുന്നത് ഒരു കാരണവശാലും അംഗീകരിച്ചിരുന്നില്ല എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത്. പിന്നെ അദ്ദേഹം പറഞ്ഞത്, അതായത് അമേരിക്ക ഇങ്ങോട്ട് കയറി, അതായത് കൃത്യം പറഞ്ഞാൽ അമേരിക്കയുടെ വൈസ് പ്രസിഡന്റ് JD വാൻസ് അദ്ദേഹമാണ് ഇന്ത്യയോടും പാകിസ്ഥാനോടും ഈ ഘട്ടത്തിൽ ആശയവിനിമയം നടത്തിക്കൊണ്ടിരുന്നത് എന്നുള്ളത് നേരത്തെ തന്നെ വാർത്തകൾ വന്നിരുന്നു. സ്വാഭാവികമാണ്, കാരണം അമേരിക്ക നയതന്ത്രപരമായി അടുത്ത ബന്ധം പുലർത്തുന്ന രണ്ട് രാജ്യങ്ങളാണ് ഇന്ത്യയും പാകിസ്ഥാനും. അപ്പോൾ രണ്ട് രാജ്യങ്ങളും തമ്മിൽ സംഘർഷത്തിൽ ഏർപ്പെടുമ്പോൾ സ്വാഭാവികമായി വിളിച്ച് വിവരം അന്വേഷിക്കുക എന്നുള്ളത് സാധാരണഗതിയിൽ നടക്കുന്ന സംഗതിയാണ്. അതിനപ്പുറം ഒരു മധ്യസ്ഥ ശ്രമം ഉണ്ടായിട്ടില്ല, അല്ലെങ്കിൽ അത് അംഗീകരിക്കുന്നില്ല എന്നുള്ളത് ഇന്ത്യ അമേരിക്കയോട് പറഞ്ഞ കാര്യമാണ്. പാകിസ്ഥാന് പക്ഷേ അത് സ്വീകാര്യമായിരുന്നു. അപ്പോൾ ഇതിൽ പരം ഇനി എന്ത് തെളിവാണ് വേണ്ടത്? ഇപ്പോൾ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നിരന്തരമായി അവകാശവാദം ഉന്നയിക്കുന്നതാണ് ഇന്ത്യയിൽ വലിയ രാഷ്ട്രീയ കോലാഹലങ്ങൾക്കും വിവാദങ്ങൾക്കും വഴി തുറന്നത്. ഇപ്പോൾ പാകിസ്ഥാൻ വിദേശകാര്യ മന്ത്രി തന്നെ പറയുന്നു, ഇക്കാര്യത്തിൽ ഒരു മൂന്നാമസ്ഥൻ ഇടപെട്ടിട്ടില്ല, ഒരു മധ്യസ്ഥ ശ്രമം ഉണ്ടായിട്ടില്ല. അപ്പോൾ ഇന്ത്യ പറഞ്ഞ നിലപാടുകൾ അത് പാകിസ്ഥാൻ തന്നെ ശരിവെച്ച് തരികയാണ്. അതായത് ഇന്ത്യ പറഞ്ഞത് സൈനിക മേധാവികൾ തന്നെയാണ് ഇക്കാര്യത്തിൽ ചർച്ച നടത്തിയത്, പാകിസ്ഥാനാണ് ഇത്തരത്തിൽ വെടിനിർത്തലിന് വേണ്ടി അഭ്യർത്ഥന നടത്തിയത്, അത് ഇന്ത്യ അംഗീകരിച്ചു എന്നുള്ളത്. ആ കാര്യം ഇപ്പോൾ പാകിസ്ഥാൻ തന്നെ ഔദ്യോഗികമായി, ഒരു വാർത്തയല്ല, ഒരു സൂചനയല്ല, ഒരു വിശദീകരണമല്ല, പാകിസ്ഥാന്റെ വിദേശകാര്യ മന്ത്രി തന്നെ വന്ന് പറയുകയാണ്, ഇക്കാര്യത്തിൽ ഇന്ത്യൻ നിലപാടുകൾ തന്നെയാണ് ശരി, അവിടെ അമേരിക്കൻ പ്രസിഡന്റിന് ഒരു റോളും ഇല്ല, അല്ലെങ്കിൽ അമേരിക്കൻ പ്രസിഡന്റിന് മധ്യസ്ഥ ശ്രമം ഇന്ത്യ അംഗീകരിച്ചിരുന്നില്ല. അപ്പോൾ ഇപ്പോൾ ഒരു ചോദ്യം ഉയരുകയാണ്, ട്രംപ് ഇപ്പോൾ ആരായി? ട്രംപിന് ഇക്കാര്യത്തിൽ വ്യക്തിപരമായ താല്പര്യങ്ങൾ ഉണ്ടായിരുന്നു എന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണല്ലോ. കാര്യം ട്രംപിന് ഇക്കാര്യത്തിൽ ഇടപെട്ടിട്ട് സമാധാനത്തിനുള്ള നോബൽ സമ്മാനം ഏത് വിധയിലും അടിച്ചെടുക്കുക എന്നുള്ളതായിരുന്നു ട്രംപിൻ്റെ ഉദ്ദേശം. അപ്പോൾ ഇത്തരം ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ചിരപരിചിതമായ അല്ലെങ്കിൽ കാലാകാലങ്ങളായി ഒരു ശത്രുതയാണ്, അല്ലെങ്കിൽ വിദ്വേഷമാണ്. അത് പരിഹരിക്കാനായിട്ട് ട്രംപ് ഇടപെട്ടു എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ അവകാശവാദത്തിന് ശക്തി കൂടും. കാരണം സമാധാനത്തിനുള്ള നോബൽ സമ്മാനം അദ്ദേഹത്തിന് കിട്ടും എന്നുള്ളത് ഉറപ്പിക്കാമായിരുന്നു. പക്ഷേ ഇന്ത്യ അത് അംഗീകരിച്ചിരുന്നില്ല. ഇന്ത്യ അക്കാര്യത്തിൽ ട്രംപിൻ്റെ ഇടപെടൽ അംഗീകരിച്ചില്ല. അപ്പോൾ അതിൻ്റെ മേലുള്ള ഒരു വെറുപ്പ്, അല്ലെങ്കിൽ അതിൻ്റെ പേരുള്ള ഒരു ദേഷ്യമാണ് ഇന്ത്യ വിരുദ്ധ നിലപാടുകളിലേക്ക് ട്രംപ് എത്തിച്ചേരാനുള്ള പ്രധാന കാരണം അദ്ദേഹം ഇന്ത്യക്കെതിരെയുള്ള വ്യാപാര യുദ്ധം പ്രഖ്യാപിക്കാനുള്ള കാരണം ഇന്ത്യയും അമേരിക്കയും തമ്മിൽ വ്യാപാര കമ്മി ഉണ്ട്. അതിൻ്റെ അർത്ഥം ഇന്ത്യ അമേരിക്കയിലേക്ക് കൂടുതൽ സാധനങ്ങൾ വിൽക്കുന്നു, പക്ഷെ അവിടുന്ന് വാങ്ങുന്നത് വളരെ കുറവാണ്. ഈ അന്തരം പരിഹരിക്കാൻ വേണ്ടിയാണ് ഇന്ത്യക്കെതിരെ അദ്ദേഹം 25% വ്യാപാര ചുങ്കം, അല്ലെങ്കിൽ പ്രതികാര ചുങ്കം ഏർപ്പെടുത്തിയത്. പിന്നീടുള്ള 25% നികുതി ഏർപ്പെടുത്തിയതിന് ട്രംപ് തന്നെ നൽകിയ വിശദീകരണം അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായ പ്രതികാരമാണ്. പറയുമ്പോൾ റഷ്യയിൽ നിന്ന് ക്രൂഡ് ഓയിൽ വാങ്ങുന്നതിൻ്റെ പേരിലുള്ള നടപടി എന്ന് വേണമെങ്കിൽ പറയുമ്പോഴും അത് ചൈനയ്ക്കെതിരെ ചുമത്തിയിട്ടില്ല. ചൈനയാണ് ഏറ്റവും കൂടുതൽ ക്രൂഡ് ഓയിൽ റഷ്യയിൽ നിന്ന് വാങ്ങുന്നത്. ചൈനയ്ക്കെതിരെ ചുമത്താത്ത ഈ പ്രതികാര ചുങ്കം ഇന്ത്യക്കെതിരെ ചുമത്തുന്നതിനുള്ള കാരണമായി ട്രംപ് പറഞ്ഞത് അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായ താല്പര്യങ്ങളുടെ പേരിലാണെന്ന്. അതായത് വ്യക്തിപരമായ താല്പര്യം എന്ന് ചോദിച്ചാൽ നമുക്ക് നിസ്സംശയം പറയാം. കാര്യം അദ്ദേഹത്തിൻ്റെ നൊബേൽ സമ്മാന മോഹങ്ങൾ കരിച്ചു കളഞ്ഞത് ഇന്ത്യയാണ്, അല്ലെങ്കിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ്. അപ്പോൾ ഇതിൻ്റെ പേരിലുള്ള അനിഷ്ടമാണ് അദ്ദേഹം ഇന്ത്യക്കെതിരെ തിരിഞ്ഞത് എന്നുള്ളത് കൂടി നമുക്ക് ഈ അർത്ഥത്തിൽ വായിച്ചെടുക്കാം. ഏതായാലും പാകിസ്ഥാൻ വിദേശകാര്യ മന്ത്രി തന്നെ ഈ കാര്യം വ്യക്തമാക്കുമ്പോൾ ഇതിൻ്റെ പേരിലുള്ള ഇതുവരെയുള്ള ആശയക്കുഴപ്പങ്ങൾ അവസാനിക്കുകയാണ്, അല്ലെങ്കിൽ പ്രതിപക്ഷം ഉന്നയിച്ച ആരോപണത്തിൻ്റെ മുനയൊടിയാണ്. ഇക്കാര്യത്തിൽ ഇനി ഒരു വ്യക്തതയുടെ ആവശ്യമില്ല. ഓപ്പറേഷൻ സിന്ദൂറും അതിനുശേഷമുള്ള വെടിനിർത്തൽ ധാരണയും അത് ഇന്ത്യ പാകിസ്ഥാൻ രണ്ട് രാജ്യങ്ങളും തമ്മിൽ നടത്തിയ ഉഭയകക്ഷി ധാരണ പ്രകാരമാണെന്ന് ഇപ്പോൾ സംശയരഹിതമായി നമുക്ക് പറയാൻ സാധിക്കും.